പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ ഒഴുകുന്ന സ്നേഹം കൊണ്ട് നിങ്ങൾ നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നിയിൽ സംബന്ധിക്കുന്ന ഓരോ കുടുംബവും കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുടുംബമാണ്. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ ദിവസമായ ഈ ഞായറാഴ്ച തന്നെ ഇങ്ങനെ ശുശ്രൂഷ സംബന്ധിക്കാൻ സാധിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ഓർക്കാണ് പഴയ തലമുറകളിലുള്ളവരും ഇളം തലമുറകളിലൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥനകളൊക്കെ സംബന്ധിക്കുന്നു, ഉച്ചകഴിഞ്ഞ് കുടുംബസമ്മേളനം, പിന്നെ വൈകുന്നേരം അഭിഷേകാഗ്നി. ഒരു പാക്കേജാണ്. കർത്താവിൻ്റെ വലിയൊരു കൃപയാണല്ലോ. ഇപ്പം നമ്മൾ സഹോദരങ്ങളെ തലമുറകളിലൂടെ ഇതെല്ലാം കൈമാറ്റം ചെയ്യപ്പെട്ടു പോകാൻ കർത്താവ് കൃത്യം കൃപ നൽകി. നമുക്ക് കർത്താവിന് നന്ദി പറയാം. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ പ്രത്യേകമായ കൃപകൾ വർഷിക്കപ്പെടുന്ന ഈ ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് കർത്താവിൻ്റെ പ്രത്യേകമായൊരു കൃപ ചോദിക്കാം. പരിശുദ്ധ അമ്മയുടെ തിരുനാളൊക്കെ പ്രത്യേകം നമ്മൾ ആഘോഷിച്ച ഈ മാസത്തിൽ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു സ്വാതന്ത്ര്യം അനുഭവിക്കണം. നമ്മൾ ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തെ സ്വതന്ത്രരാണ്. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്നാണല്ലോ കൊറിന്തോസ് ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നല്ല സ്വാതന്ത്ര്യം, സന്തോഷം അങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ പല എപ്പിസോഡുകൾ ഇത് ആവർത്തിക്കുന്നുണ്ട്. എന്തിനത് ആവർത്തിക്കുന്നതെന്ന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആവർത്തിക്കുമ്പോൾ അത് കൂടുതൽ സുരക്ഷിതത്വം നൽകുമെന്ന് സ്ലീഹന്മാർ പറഞ്ഞിട്ടുണ്ട്. ആവർത്തിക്കുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തലാണെന്ന് സ്ലീഹന്മാർ വിശുദ്ധ പത്രോസ് ശ്ലീഹായും പൗലോസ് ശ്ലീഹായും രണ്ട് ഭാഗത്തായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുന്നത്. കം ഹോളി സ്പിരിറ്റ്, അല്ലേ, പരിശുദ്ധാത്മാവ് വരണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റെന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ നമ്മുടെ പ്രത്യേക മാധ്യസ്ഥം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരയണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷകളെ അഭിഷേകം ചെയ്യണമേ. നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് വീണ്ടും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഇഷ്ടത്തോടെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉജ്ജ്വലിക്കണമേ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകം മധ്യസ്ഥം ചോദിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ വരണം. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഞങ്ങൾ വന്ന് വസിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ,
ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന് അച്ചാരമായി നൽകപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കുന്ന, ഞങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവേ, ഉന്നതത്തിൽ നിന്ന് വലിയ കൃപയായി ഞങ്ങൾ ഉച്ചരിക്കണമേ. പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണമേ. കൈകളടിച്ച് വലിയ സന്തോഷത്തോടെ പരിശുദ്ധാത്മാവേ, കൈകൾ ഉയർത്തി കൈയടിച്ച് പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ വഴി നടത്തണം, ഞങ്ങളെ നയിക്കണം, ഞങ്ങളെ പരിപാലിക്കണം. ഓ പരിശുദ്ധാത്മാവേ, ഇഷ്ടത്തോടെ ഞങ്ങളുടെ ജീവിതങ്ങൾ ഉച്ചരിക്കണമേ. കഴിഞ്ഞ കാലങ്ങൾ ഒരുപാട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ദുഃഖിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതിരുന്നിട്ടുണ്ട്. ഓ പരിശുദ്ധാത്മാവെ, മാപ്പ് ചോദിക്കുന്നു. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഉച്ചരിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഉച്ചരിക്കണമേ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന കൈകളടിച്ച് ശക്തി പകർന്നതുപോൽ പ്രവാചകരെ വഴി നയിച്ചതുപോൽ സ്ത്രീകന്മാരിൽ ശക്തി പകർന്നതുപോൽ ആദിമസഭയിലെ അഭിഷേകം ഇന്നീ സഭയിൽ പകരണമേ. പ്രാർത്ഥിക്കുന്നു. ആദിമസഭയിലെ അഭിഷേകം ഇന്നീ സഭയിൽ പകരണമേ. കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, നമ്മുടെ കൂടെയുള്ള വിദേശത്തുള്ള മക്കളെയൊക്കെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങൾക്ക് കൃപകൾ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, ഏതാണ് ചെയ്യേണ്ടത്, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് പലപ്പോഴും അറിയുന്നില്ല. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരെ നയിച്ചതുപോലെ ഞങ്ങളെ നയിക്കണമേ. പ്രവാചകന്മാരെ നയിച്ചതുപോലെ ഞങ്ങളെയും നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവേ, പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. റോമാലേഖനത്തിൽ വചനം വെളിപ്പെടുത്തുന്നു, പരിശുദ്ധാത്മാവിലൂടെയാണല്ലോ ദൈവസ്നേഹം വർദ്ധിക്കപ്പെടുന്നത്. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയെ സ്നേഹിക്കാൻ, അങ്ങയെ ആരാധിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണം. പരിശുദ്ധാത്മാവേ, ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവേ, പലപ്പോഴും ഒരു ആത്മധൈര്യം കിട്ടുന്നില്ല, ഒരു ബലം കിട്ടുന്നില്ല. ഓ പരിശുദ്ധ, പലപ്പോഴും ധൈര്യം ചോർന്നു പോകും. ഓരോ കാര്യങ്ങൾക്ക് മുന്നിട്ട് ഇറങ്ങുമ്പോൾ, ഒരു കാര്യത്തിന് ഒരു മുൻകൈ എടുക്കുമ്പോൾ, നേതൃത്വം കൊടുക്കുമ്പോൾ, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ, പരീക്ഷ അടുത്ത് വരുമ്പോൾ, പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങനെ ശരണപ്പെടുകയാണ്. ഓ കർത്താവ്, 2 തിമോത്തി 1:7 ഓർക്കാണ്. അവിടുന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ആത്മധൈര്യത്തിന്റെ, സ്നേഹത്തിന്റെ, ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവിനെയാണ്. ഓ പരിശുദ്ധാത്മാവേ, ധൈര്യത്തിന്റെ ആത്മാവ് നിറയട്ടെ, ധൈര്യത്തിന്റെ ആത്മാവ് നിറയട്ടെ, സ്നേഹത്തിന്റെ ആത്മാവ് നിറയട്ടെ, ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവ് ഉജ്ജ്വലിക്കട്ടെ. ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവെ, പലപ്പോഴും ശരീരത്തിന്റെ പ്രവണതകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണത്തിലുള്ള കൊതി അടക്കാൻ പറ്റുന്നില്ല, പല പാപത്തിന്റെ പ്രവണതകള്, പല ആസക്തികള്, ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവ് ഉജ്ജ്വലിക്കട്ടെ. ഹല 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 ഹല. ദൈവത്തിന്റെ ആത്മാവ്
യഥാർത്ഥത്തിൽ നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ആത്മാവിന്റെ പ്രവർത്തനം ശക്തമാകട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും വീണ്ടും നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, വചനം പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവേ, ക്രിസ്തുവിൽ നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളെ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും പഠിപ്പിക്കേണ്ടതില്ല, അവന്റെ അഭിഷേകം പഠിപ്പിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. യോഹന്നാൻ 14:26 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈശോ പഠിപ്പിച്ച വചനങ്ങൾ ഓർമ്മപ്പെടുത്തി തരും. വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശയ്യാ 34:16 കർത്താവിന്റെ അധരങ്ങൾ കൽപ്പിക്കുകയും വചനങ്ങൾ അവിടുന്ന് ആത്മാവ് ഒരുമിച്ച് ചേർക്കുകയും ചെയ്യും. സംഭവിക്കട്ടെ കർത്താവേ. ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ സകല വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരായി തീരട്ടെ. ആരാധന, 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 ഹല 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 ഹല, ആരാധന, 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 സ്വയ ആരാധന, ആരാധന, സ്വയ ആരാധന, ആരാധന, സ്വയ ആരാധന, ആരാധന, സ്വയ ആരാധന, ആരാധന. പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സകല വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരായി തീരട്ടെ. ഈശോയുടെ ഏറ്റവും വലിയ വാഗ്ദാനം പരിശുദ്ധാത്മാവാണ്. പ്രവാചകന്മാരിലൂടെ, സ്ലിഹന്മാരിലൂടെ എല്ലാം, വിശുദ്ധരിലൂടെ എല്ലാം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ പല വാഗ്ദാനങ്ങളുണ്ട്. അതിന് ഞങ്ങൾ യോഗ്യരായി തീരട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രിയപ്പെട്ട മണവാട്ടിയായ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഉജ്ജ്വലിച്ചിട്ടുണ്ട്. കുട്ടികൾ പ്രത്യേകിച്ച് സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വരും തലമുറകൾ ക്ഷയിക്കാതിരിക്കാൻ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് പലപ്പോഴും നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, എല്ലാ കാര്യങ്ങളിലും പിൻതലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ തലമുറയേക്കാൾ പിൻതലമുറ ഒരുപാട് മെച്ചപ്പെട്ട് വരുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ഇപ്പം മീഡിയയുടെയൊക്കെ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ, അല്ലേ, എന്ന് വേണ്ട വീട് പണിയുന്നതിൻ്റെ കാര്യത്തിൽ, ഇന്ന് AI ലോകം, അങ്ങനെ എല്ലാ തലത്തിലും മുൻ തലമുറയേക്കാൾ വരുന്ന ഓരോ തലമുറകളും ഉയർന്നുയർന്നു വരുന്ന കാണുകയാണ്. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഈ നാളുകളിൽ സിനഡ് പിതാക്കന്മാരൊക്കെ നമ്മുടെ തലമുറകളെക്കുറിച്ച്, നമ്മുടെ വംശത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്നാൽ വിശ്വാസത്തിൻ്റെ, പ്രാർത്ഥനയുടെ, തിരുസഭയുടെ കൗദാശിക ജീവിതത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ മുൻ തലമുറകളും പിൻതലമുറകളും മുന്നോട്ടോ പിന്നോട്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ബൈബിളിൽ കാണുന്ന മനോഹരമായ രംഗമെന്ന് പറയുന്നത് പുതിയ തലമുറ പഴയതിനേക്കാൾ വളരെ ശക്തമായി കയറി വരുന്നു എന്നുള്ളതാണ് ബൈബിൾ നൽകുന്ന പാഠമെന്ന് പറയുന്നത്. ബൈബിൾ അത് ആഗ്രഹിക്കുന്നുണ്ട്, സ്വർഗം അത് ആഗ്രഹിക്കുന്നുണ്ട്. ജെറമിയ പ്രവചനത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ 39-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 32 വേഴ്സ് 39, അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്ക് നന്മ വരുത്തുന്നതിന്, അവർ എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് നമുക്ക് ശേഷം നമ്മുടെ അടുത്ത തലമുറ വലിയ കൃപയിൽ, വലിയ അഭിഷേകത്തിൽ, വലിയ നിറവിൽ ഉയർന്നു വരണമെന്നുള്ളത് സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്വർഗം പറയാണ്, ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും.
ഈശോ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈശോ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അടുത്ത തലമുറ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടാണ് കയറി വരേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ 12 തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 12. ഈശോ പറയുകയാണ്, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ര മനോഹരമായ വചനമാണ്. ഈശോയുടെ ആഗ്രഹം, സ്വർഗത്തിൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തുകയാണ്. ശിഷ്യന്മാരോട് പറയുകയാണ്, അതായത് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യും. എന്നിട്ട് പറയുകയാണ്, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് അവയേക്കാൾ വലിയവയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്കും ബൈബിളിൽ അങ്ങനെയാണ് കാണുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ അവിടെയൊക്കെ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ചില സംഗതികളുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഉയർന്നു വരുന്നത് എന്ന് മനസ്സിലാക്കണം. ബൈബിളിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മനോഹരമായ കഥാപാത്രമാണ് ഏലീഷ പ്രവാചകൻ. ഏലിയ പ്രവാചകന് ശേഷം വന്ന ഏലീഷ പ്രവാചകൻ, ഏലീഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പവർഫുള്ളാണ്. പഴയ നിയമത്തിലെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 45 മുതലുള്ള അധ്യായങ്ങൾ കാണുന്ന മനോഹരമായ രംഗമുണ്ട്. ഏകദേശം ഒരു 45 മുതൽ ഉള്ള അധ്യായങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ്. അതായത് ഓരോ പഴയ നിയമത്തിലെ വ്യക്തികളെയും കുറിച്ച് ഇങ്ങനെ എടുത്തു പറയുകയാണ്. അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്, പിന്നെ മോശ, ജോഷുവ, പിന്നെ ഓരോ രാജാക്കന്മാർ, പിന്നെ ദാവീദ്, സോളമൻ, റഹോബോവാം, ജെറോബോവാം, അങ്ങനെ എല്ലാം ബെസ്റ്റായിട്ട് ജീവിച്ച് കടന്നുപോയ ഓരോ വ്യക്തികളെക്കുറിച്ച് എടുത്ത് പറഞ്ഞിട്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ് ഈ പ്രഭാഷകന്റെ പുസ്തകത്തിലെ അവസാന അധ്യായങ്ങളെ പ്രതിപാദ്യം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 48 അധ്യായത്തിൽ 13, 14 തിരുവചനങ്ങൾ. ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല, മരിച്ചിട്ടും അവൻ പ്രവചിച്ചു, ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ ഒരാളെ കുറിച്ച് ഇതിൽ കൂടുതൽ എന്താണ് എഴുതേണ്ടത് അല്ലേ? എലീഷയെ കുറിച്ച് പറയാം, അവൻ്റെ കാലത്ത് ഒന്നും അസാധ്യമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മരിച്ചതിന് ശേഷം പല ശുശ്രൂഷകളും ചെയ്തു, ജീവിച്ചിരുന്ന കാലത്ത് എന്നതുപോലെ മരണശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്താണ് ബൈബിളിൽ തന്നെ ചില ഉദാഹരണങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൻ്റെ 20, 21 തിരുവചനങ്ങൾ. 2 Kings chapter 13 verse 20 and 21. നിങ്ങൾ വചനം ചേർന്ന് വായിക്കുന്നത് നല്ലതാണ്. ഏലീഷ മരിച്ചു, അവർ അവനെ സംസ്കരിച്ചു. വസന്തകാലത്ത് മൊവാബ്യർ കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു. ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം ഏലീഷായുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. ഏലീഷായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ രംഗം ഒന്ന് ഭാവന കണ്ടേ. ഏലീഷ മരിച്ച് ഏലീഷനെ അടക്കി. അപ്പോൾ ഏലീഷനെ അടക്കി, ഏലീഷ ഇങ്ങനെ അടക്കപ്പെട്ട് അവിടെ ഇങ്ങനെ കല്ലറയിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് അന്നത്തെ കാലമൊക്കെ ആയതുകൊണ്ട് അവിടെ കുറച്ച് കാടും ചെടികളും അങ്ങനെയൊക്കെ വളർന്നിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് കരുതുക. എന്നിട്ട് ആ ദേശത്തുള്ള വേറൊരാൾ മരിച്ചു. ആ ആളെ അടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അന്നത്തെ കാലത്ത് എന്താണോ അത് പെട്ടിയൊന്നും ചിന്തിക്കണ്ട, അങ്ങനെ ഇങ്ങനെ അടക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ശത്രുക്കൾ വന്നിട്ട് ഇവരെ ആക്രമിക്കുകയാണ്. ഇവരെ ആക്രമിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു? ജീവരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ആരുടെ ബോഡിയാണ് കൊണ്ടുവരുന്നത്, ആ ബോഡി ഒരു കുട്ടിക്കാട്ടിലേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഇവർ പ്രാണനം കൊണ്ട് ഓടുകയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഈ ബോഡി, ഈ മരിച്ച ശരീരം ചെന്ന് വീണത് ആ ഏലീഷയുടെ കല്ലറയിലാണ്. ഏലീഷയുടെ കല്ലറയിൽ സ്പർശിച്ച ഉടനെ ആ ജഡൻ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് എന്നിട്ട് കൈകൊട്ടി വിളിക്കുകയാണ്, ചേട്ടന്മാരെ ഞാനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട്, എന്നെ ഇവിടെ ഇട്ടിട്ട് പോകാതെ എന്ന് പറഞ്ഞിട്ട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ മരിച്ചവൻ എഴുന്നേറ്റ് വരുന്നു. ചിന്തിച്ചു നോക്കിയേ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാ പറഞ്ഞ ജീവിച്ചിരുന്നതിനേക്കാൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരാളാണ് മരിച്ചതിന് ശേഷം അതുപോലെ പ്രവചിച്ചു, അതുപോലെ ശുശ്രൂഷകൾ ചെയ്ത്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം എന്താ, ഏലീഷായ്ക്ക് ദൈവവുമായിട്ട് അതുപോലൊരു ബന്ധമാണ്, അതുപോലൊരു ഐക്യമാണ്, അതുപോലൊരു സ്നേഹമാണ് എന്ന് പറയുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലീഷായുടെ ഒരു കൃപയുടെ മർമ്മമുണ്ട്. ആ കൃപയുടെ ഒരു മർമ്മം എന്താണെന്നറിയോ? അത് നമ്മൾ വായിക്കുന്നത് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 11-ാം തിരുവചനത്തിലാണ്. അവിടെ യഹോഷാഫാത്ത് രാജാവ് യുദ്ധത്തിന് പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ യുദ്ധത്തിന് പോയാൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് പ്രാർത്ഥിച്ച് പറയാൻ പറ്റിയ ഒരു പ്രവാചകനെ കൂട്ടിക്കൊണ്ട് വരാൻ തൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സേവകനോട് പറയുന്ന രംഗമാണ്. നമുക്ക് വായിക്കാം. യഹോഷാഫാത്ത് ചോദിച്ചു, കർത്താവിൻ്റെ ഹിതം ആരായേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെ ഇല്ലേ? ഇസ്രായേൽ രാജാവിൻ്റെ ഒരു സേവകൻ പറഞ്ഞു, ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിന്റെ മകനുമായ ഏലീഷ ഉണ്ട്. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, യഹോഷാഫാത്ത് രാജാവ് നമുക്ക് പ്രവാചകന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ സഹസേവകൻ, ആ സേവകൻ പറയുന്നൊരു മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്? ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്ന ഏലീഷ ഇവിടെ ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ കൊടുക്കുന്ന ഒരു അഡ്ജക്റ്റീവ് നോക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ വചനഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചു. ഞാനാണ് ഈ ഒരു ഭൃത്യൻ എന്ന് കരുതുക. യഹോഷാഫാത്ത് രാജാവ് ചോദിക്കുകയാണ്, നമുക്ക് പ്രവാചകന്മാർ ആരെങ്കിലും കസ്റ്റഡിയിലുണ്ടോ? ഞാൻ എന്തായിരിക്കും പറയുക? ഞാൻ ഏലീഷായുടെ കാലത്ത് ആ നാളുകളിൽ സംഭവിച്ച് കഴിഞ്ഞ ഓരോ അത്ഭുതങ്ങളും എടുത്തെടുത്തായിരിക്കും പറയുക. എന്തായിരിക്കും ഞാൻ പറയുക? നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ നോക്കിയാൽ നല്ലതാണ്. ആ ശൂന്യംകാരിയില്ലേ, ആ ശൂന്യംകാരിയുടെ മകനെ ഒരൊറ്റ പ്രാർത്ഥന ഉയർപ്പിച്ച നമ്മുടെ ഏലീഷ, ആ പാവപ്പെട്ട വിധവയില്ലേ, ആ വിധവയുടെ നിന്റെ കയ്യിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു പാത്രം കൊണ്ടുവന്നിട്ട് എത്ര പാത്രം കൊണ്ടുവന്നു അത്ര എണ്ണ ഇങ്ങനെ വർദ്ധിപ്പിച്ച് കൊടുത്തില്ലേ? ഈശോ ചെയ്തതുപോലെ അപ്പം വർദ്ധിപ്പിച്ച ഏലീഷ ഒരു കൂട്ടരുടെ കോടാലി വെള്ളത്തിൽ പോയപ്പോൾ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന കോടാലിയെ പൊക്കിയെടുത്ത, വിഷം കലർന്ന ഭക്ഷണം കഴിച്ച മനുഷ്യൻ മടിക്കാൻ തുടങ്ങുമ്പോൾ ഒറ്റ പ്രാർത്ഥന കൊണ്ട് വിഷത്തെ നിർവീര്യമാക്കിയ ഈശോ ചെയ്തതിന് തത്തുല്യമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ആ ഏലീഷായെക്കുറിച്ച് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് ഈ ജീവിതത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതല്ല, പിന്നെയോ അവൻ്റെ ജീവിതത്തിൽ അവനെ വളർത്തി വലുതാക്കിയ ആ ഏലിയ പ്രവാചകനോട് കാണിച്ചൊരു വിധേയത്വമുണ്ട്, ഒരു എളിമയുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്, ഒരു സമർപ്പണമുണ്ട്, ഒരു സ്നേഹമുണ്ട്, ഒരു അനുസരണമുണ്ട്. അതാണ് ബൈബിൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന സംഗതി എന്ന് പറയുന്നത്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഏലീഷ ഇതുപോലെ ഉയർന്നു വരാനുള്ള, മുൻ തലമുറയേക്കാൾ പിൻതലമുറ ഉയർന്നു വരാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഒരു ഭയങ്കരമായ സമർപ്പണവും ബന്ധവും മാത്രമല്ല, പിന്നെയോ നേതൃത്വത്തോടുള്ള അതുപോലത്തെ ഒരു വിധേയത്വവും സമർപ്പണവും ബന്ധവുമാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിലെ മറ്റൊരു കഥാപാത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അത് നമുക്ക് വളരെ പ്രിയപ്പെട്ട പൗലോസ്ലേഖയാണ്. ഗലാത്യ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാം തിരുവചനം. അവിടെ പൗലോസ്ലേഖയ്ക്ക് ദൈവത്തോടുള്ളൊരു ബന്ധവും സമർപ്പണത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായ രംഗമാണ്. നമുക്ക് വായിക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 20. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലി അർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. പൗലോസ്ലീഹായുടെ വിശ്വാസത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പൗലോസ്ലീഹ തന്നെ പറഞ്ഞ കാര്യം ചിന്തിക്കുകയാണ്. ഞാനല്ല, ക്രിസ്തുവാണ് എൻ്റെ ജീവിക്കുന്നത്. എനിക്ക് എൻ്റേതായ സ്വാർത്ഥത ചിന്തകളൊന്നുമില്ല. എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, എൻ്റെ യേശു, വേറെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പം ദൈവത്തോടുള്ളൊരു ബന്ധം മനോഹരമാണ്. അതുപോലത്തെ ഒരു ബന്ധമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരുസഭാ നേതൃത്വത്തോടുള്ള ബന്ധം. ഏലീഷായുടെ കാലത്ത് അന്നത്തെ ഏലീഷായുടെ നേതൃത്വം എന്ന് പറയുന്ന ഏലിയായാണെങ്കിൽ
ഈ ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലീഹായുടെ ആ കാലഘട്ടത്തിൽ അന്നത്തെ കാലത്തെ നേതൃത്വം എന്ന് പറഞ്ഞത് വിശുദ്ധ പത്രോസ്ലീഹായാണ്. ഗലാത്യ ലേഖനം 2:2 പഠിച്ചാൽ നമുക്കത് വ്യക്തമാകും. ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത്. അവിടുത്തെ പ്രധാനികളുടെ മുൻപിൽ ഞാൻ വിജാതരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു. ഇത് ഞാൻ ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അപ്പൊ പൗലോസ്ലീഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, പൗലോസ്ലീഹ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് കർത്താവിന്റെ നേരിട്ടുള്ള വെളിപാടുകൾ സ്വീകരിച്ച ആളാണ് പൗലോസ്ലീഹ എന്ന് പറയുന്നത്. കുതിരപ്പുറത്ത് നിന്ന് തള്ളി താഴെയിട്ട് നേരെ ദൈവാനുഭവം ഉണ്ടായി. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കണം, അനേകം നാളുകളിരുന്ന് ഈ അപ്പസ്തോലന്മാർക്ക് കർത്താവ് നേരിട്ട് പറഞ്ഞു കൊടുത്ത സുവിശേഷം മുഴുവൻ പൗലോസിലേക്ക് വെളിപാടിലൂടെ കൃത്യമായിട്ട് കിട്ടി. അതുപോലെ പൗലോസ്ലീഹയുടെ ശുശ്രൂഷ നമുക്കറിയാം. റോമാ സഭയൊഴികെ ബാക്കി എല്ലാ സഭയും, ഗലാത്യ സഭ, കൊരിന്ഥോസ് സഭ, എഫേസ്യ സഭ, ഫിലിപ്പി സഭ തുടങ്ങിയ സകല സഭകളെ സ്ഥാപിച്ച പൗലോസ്ലീഹ അല്ലേ? ഈ പൗലോസ്ലീഹ ചെയ്യുന്ന പ്രവൃത്തി എന്താ സഹോദരങ്ങളെ? കുറേ നാളുകൾ ശുശ്രൂഷ ചെയ്യപ്പോൾ ഒരപകടം തിരിച്ചറിഞ്ഞ്, ഞാൻ ഓടുന്നത് വ്യർത്ഥമായി തീരും, എനിക്ക് ചിലപ്പോൾ നിത്യജീവന്റെ കിരീടം കിട്ടാതിരിക്കും, ഞാൻ പോകുന്നൊരു ട്രാക്കിൽ പ്രശ്നമുണ്ട്. കാരണം എന്താ? എനിക്ക് നേതൃത്വത്തോടുള്ള അതുപോലത്തെ ഒരു കമ്മിറ്റ്മെന്റ് ഇച്ചിരി കുറവുണ്ടെന്നൊരു ഡൗട്ട്. എന്നിട്ട് എന്താ ചെയ്ത്, താൻ പ്രസംഗിക്കുന്ന സുവിശേഷം മുഴുവൻ പത്രോസ്, അന്നത്തെ നേതാക്കന്മാര് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ പ്രധാനികളുടെ മുൻപിൽ, എന്നിട്ട് അവരുടെ മുമ്പിൽ സ്വകാര്യമായി അവതരിപ്പിച്ച് ഒരു കൺസെന്റ് വാങ്ങി, ഒരു ആശീർവാദം വാങ്ങി, ഒരു കൃപ വാങ്ങിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ബൈബിളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ പഴയ ഒരു അഭിഷേക എപ്പിസോഡിൽ ഒരാൾ ഉയർന്നു വരാൻ വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ മോശ, അതേപോലെ ജോഷുവ, അതേപോലെ യോഹന്നാസ്ലീഹ, പത്രോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. ആ എപ്പിസോഡ് നിങ്ങൾ ഷെയർ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അത് ഇതും കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചാൽ ബെസ്റ്റായി. ഹല്ലേലൂയ. അവിടെ നിയമാവർത്തനം 34:9 ഒരു വചനമുണ്ട്. അതിതാണ്, നൂനിന്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു, എന്തെന്നാൽ മോശ അവന്റെ മേൽ കൈകൾ വെച്ചിരുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ മോശയ്ക്ക് ശേഷം ജോഷുവ ഇതുപോലെ ഉയർന്നു വരാൻ കാരണം എന്താ? അതുപോലത്തെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. ഞാനൊരു വൈദികൻ എന്ന നിലയിൽ ഞാൻ ചിന്തിക്കണം, എനിക്ക് എൻ്റെ കമ്മിറ്റ്മെൻ്റ് എങ്ങനെയാണ്? എൻ്റെ അധികാരികളോട്, എൻ്റെ സുപ്പീരിയേഴ്സിനോട് ചിന്തിക്കണം. സമർപ്പിത ജീവൻ നയിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം. വിശ്വാസ ജീവൻ നയിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെ ഇടവക വികാരിയോട്, തിരുസഭ അധികാരികളോട്, നമ്മുടെ നേതൃത്വത്തോട് എത്രമാത്രം കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, എങ്കിലും ഉയർന്നു വരുവുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സഭയുടെ കൃപയുടെ മർമ്മങ്ങൾ അടുപ്പറിയാതെ വിറക് വലിക്കുന്നത് പോലെ പിശാച് ഊരിക്കൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടെ നമ്മൾ ജീവിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപമൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു വിധേയത്വം പ്രഖ്യാപിക്കാൻ കർത്താവ് നമ്മൾ വിളിക്കുന്നുണ്ട്. നന്നായിട്ട് ആത്മശോധന ചെയ്യണം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ഓരോരുത്തരും പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വചനം കേട്ടപ്പോൾ ഓർക്കുകയാണ്, ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട് കർത്താവേ. ദൈവമേ, പലപ്പോഴും കർത്താവേ, മാതാപിതാക്കന്മാരുടെ മുമ്പിൽ വികാരിയച്ഛന്മാര്, സമർപ്പിതര്, തിരുസഭാധികാരികൾ പുറമെ എല്ലാം നല്ല അനുസരിക്കുന്നത് പോലെ കാണിച്ചു. പക്ഷേ കർത്താവെ, പലപ്പോഴും ഉള്ളുകൊണ്ട് മറുതലിച്ച്, കർത്താവെ ഉള്ളുകൊണ്ട് വിഭാഗീയത കാണിച്ചു, വിയോജിപ്പ് കാണിച്ചു. ചിലപ്പോൾ കർത്താവ് ചില മീറ്റിങ്ങുകളൊക്കെ ഓർക്കുകയാണ് കർത്താവ്, വെറുതെ ആവശ്യമില്ലാതെ എതിർത്ത്. ദൈവമേ, ഒരുപാട് പേരുടെ കണ്ണുനീര് ഞങ്ങൾക്കെതിരെ വന്നിട്ടുണ്ട്. ദൈവമേ, വചനം കേട്ടപ്പോൾ അപ്പോസ്തലന്മാർ വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനങ്ങൾ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്നാപയോഹന്നാൻ ഈശോയെ വചനം പ്രഘോഷിച്ചപ്പോൾ ജനങ്ങൾ ഇതേ ചോദ്യമാണ് പണ്ട് ചോദിച്ചത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, അനുതപിക്കുക, പാപങ്ങൾ ഏറ്റുപറയുക, നിങ്ങൾ ജീവിക്കും. ഓ ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പല മേഖല ഞങ്ങൾ ക്ഷയിച്ചു പോകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാപം ഇതാണല്ലോ. കർത്താവ്, ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉള്ളൊരുകി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ നന്നായിട്ട് അനുദപിച്ചാൽ
ജീവിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തവും മാനസാന്തരവും അവസാന നിത്യജീവനുമാണ്. ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു. അനുതപിക്കാൻ കൃപയേകണമേ, അനുതാപം ഞങ്ങൾക്ക് നൽകേ. ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു. അനുതപിക്കാൻ കൃപയേകണമേ, അനുതാപം ഞങ്ങൾക്ക് നൽകേ. കൈകൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ